നമസ്കാരം. ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ജയിലിൽ അടയ്ക്കുകയും പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്ത മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ എന്ന കണ്ണൂരിലെ സാരിയുടുത്ത നേതാവ് എന്നറിയപ്പെടുന്ന കണ്ണൂരിലെ അനിഷേധ്യ നേതാവിനെ ഇപ്പോൾ CPM വീണ്ടും ചേർത്ത് പിടിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഏറ്റവും പുതിയതായി പ്രേക്ഷകർക്ക് മുന്നിൽ വയ്ക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിയുടെ അടുത്ത സുഹൃത്താണ് PP ദിവ്യ എന്നാണ് കണ്ണൂർ ബെൽറ്റിൽ അറിയപ്പെടുന്നത്. അതെന്ത് തന്നെയായാലും ശശിയുടെ സൗഹൃദ വലയത്തിൽ ശശി വീണ്ടും PP ദിവ്യയെ തൻ്റെ കരവലയത്തിൽ ഒതുക്കി പരിലാളിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശി തന്നെയാണ് കണ്ണൂരിലെ രാഷ്ട്രീയ കാര്യങ്ങൾ ഏത് വിധത്തിൽ എങ്ങനെയൊക്കെ നീങ്ങണം എന്ന് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ കാര്യ വക്താവ് എന്ന രീതിയിൽ രാഷ്ട്രീയ കാര്യങ്ങൾ എങ്ങനെ പോകണം എന്നുള്ളതിൻ്റെ അവസാന വാക്കാണ് P ശശി. ആ P ശശിയുടെ പരിലാളനയിൽ തന്നെയാണ്, അല്ലെങ്കിൽ P ശശി ഇപ്പോഴും PP ദിവ്യയെ ചേർത്ത് പിടിച്ചിരിക്കുന്ന കാഴ്ചയാണ്, പരിലാളിക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. നവീൻ ബാബുവിനെ പോലെ കറകളഞ്ഞ ട്രാക്ക് റെക്കോർഡുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ് അഴിമതിക്കാരനാണ് എന്നുള്ള തരത്തിൽ അപഹാസ്യനാകുന്നതും പിന്നീട് PP ദിവ്യ അദ്ദേഹത്തെ യാത്രയയപ്പ് ചടങ്ങിലേക്ക് ക്ഷണിക്കാതെ കയറി ചെന്ന് ആരോപണങ്ങൾ ഉന്നയിച്ച് അഴിമതിക്കാരനാണെന്നുള്ള ആരോപണങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ അത്തരം സംസാരങ്ങൾ എത്രയും താൻ കൊണ്ടുചെന്ന് വീഡിയോഗ്രാഫറെ ഉപയോഗിച്ച് ആ ദൃശ്യങ്ങളൊക്കെ പകർത്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുവാനുള്ള തൻ്റെ ഇടവും ഊർജവും നട്ടെല്ലും ധൈര്യവും എവിടെ നിന്നാണ് PP ദിവ്യയ്ക്ക് കിട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ അതിന് പുറകിൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി തന്നെയാണ്. CPM എന്ന പാർട്ടിയുടെ ചങ്കുറപ്പ് തന്നെയാണ്, അല്ലെങ്കിൽ കെട്ടുറപ്പ് തന്നെയാണ് PP ദിവ്യയെ അത്രത്തോളം ധാർഷ്ട്യക്കാരിയാക്കിയത്, അഹങ്കാരിയാക്കിയത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. എന്നാൽ PP ദിവ്യയെ ഏതു വിധേനയും അധികാര സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളൊരു രീതി CPM ഇപ്പോഴും അവലംബിച്ചിട്ടില്ല. PP ദിവ്യയെ CPM ഭയക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ഇപ്പോഴും എന്തുകൊണ്ടാണ് PP ദിവ്യയെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കം ഇങ്ങനെ കരപരിലാളനത്തിൽ കൊണ്ടു നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ADM നവീൻ ബാബു മരണപ്പെട്ട സാഹചര്യത്തിൽ CPMനെതിരെ ജനരോഷം ഭയന്നുകൊണ്ട് മാത്രമാണ് PP ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പേരിന് മാത്രം ജനരോഷം ശമിക്കുന്നത് വരെയെങ്കിലും അവരെ ജയിലിൽ അടയ്ക്കാൻ സർക്കാർ തയ്യാറായത്. ഏതാണ്ട് 15 ദിവസക്കാലമാണ് PP ദിവ്യ CPMന്റെ ഒളിത്താവളങ്ങളിൽ സുരക്ഷിതയായി പോലീസിന്റെ പാറാവുകോടുകൂടി കഴിഞ്ഞത് എന്നാണ് പുറത്തു വന്ന വിവരങ്ങൾ. പിന്നീട് PP ദിവ്യ കീഴടങ്ങുകയായിരുന്നു എന്നാണ് കണ്ണൂർ കമ്മീഷണർ പോലും പറഞ്ഞത്. എവിടെ വെച്ച് കീഴടങ്ങി, എപ്പോഴാണ് എന്നുള്ളതൊന്നും കണ്ണൂർ കമ്മീഷണർ വ്യക്തമാക്കിയില്ല. അത്തരം ദൃശ്യങ്ങൾ ഇപ്പോഴും ബഹുമാനപ്പെട്ട പ്രേക്ഷകരുടെ മുൻപിൽ ഉണ്ടാകും. മാധ്യമങ്ങൾ കൃത്യമായി തന്നെ അന്ന് കമ്മീഷണറോട് ചോദിക്കുന്നുണ്ടായിരുന്നു, സാർ എവിടെ വെച്ചാണ് PP ദിവ്യയെ നിങ്ങൾ കസ്റ്റഡിയിൽ എടുത്തത്, അതോ അവർ കീഴടങ്ങുകയായിരുന്നു, എവിടെ വെച്ചാണ് എന്നുള്ള ചോദ്യങ്ങളിൽ നിന്നെല്ലാം കണ്ണൂർ കമ്മീഷണർ ഒഴിഞ്ഞു മാറുന്ന കാഴ്ച ഇപ്പോഴും പ്രേക്ഷകർ മറന്നിട്ടുണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ PP ദിവ്യയെ CPM കൈവിടാൻ ഒരുക്കമല്ല. വയനാടും പാലക്കാടും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യമായതിൻ്റെ പേരിൽ ജനരോഷം കൂടുതൽ ഇരമ്പി ആർക്കുകയാണെങ്കിൽ അത് തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് PP ദിവ്യയുടെ അനുമതി തേടിക്കൊണ്ട് തന്നെ കുറച്ചു ദിവസത്തേക്ക് ഒന്ന് ജയിലിൽ ഇടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് PP ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പേരിന് ഒരു കേസുണ്ടാക്കി പോലീസ് ജയിലിൽ അടച്ചത്. എന്നാൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം PP ദിവ്യയ്ക്ക് രാജിവെക്കേണ്ടതായി വന്നു. അവിടെയും തീർന്നിട്ടില്ല PP ദിവ്യയോടുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെയും പിണറായി വിജയന്റെയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെയും കരലാളനം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് PP ദിവ്യയെ ഇവരെല്ലാവരും ഇപ്പോഴും ചേർത്ത് നിർത്തിയിരിക്കുന്നു. കണ്ണൂരിലെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് PP ദിവ്യയെ വീണ്ടും തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബഹുമാനപ്പെട്ട പ്രേക്ഷകരുടെ വിശ്വാസ്യതയിലേക്കായി ഇപ്പോൾ ഈ വിവരം അച്ചടിച്ചു വന്ന പത്രമാധ്യമത്തിന്റെ ഒരു പേജ് കൂടി ഞങ്ങൾ കാണിക്കുന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ ധനകാര്യ സ്റ്റാൻഡിംഗ് കൗൺസിലിലേക്ക് തെരഞ്ഞെടുക്കുവാൻ വേറെ ആളുകൾ ഇല്ലാതിരുന്നത് കൊണ്ടല്ല CPM ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് PP ദിവ്യയെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ശ്രീജിനിയെ ആ സ്ഥാനത്ത് നിന്ന് രാജിവയ്പ്പിച്ചുകൊണ്ട് തന്നെയാണ് PP ദിവ്യയെ ഇപ്പോൾ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്തിരിക്കുന്നത്. എന്നാൽ ഏറെ വൈകാതെ CPM PP ദിവ്യയെ
കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അങ്ങോട്ട് തന്നെയുള്ള പ്രയാണത്തിന്റെ തുടക്കം മാത്രമാണ് ഇപ്പോൾ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് PP ദിവ്യയെ തെരഞ്ഞെടുത്തിരിക്കുന്നതും അവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന കൗൺസിലറായ ശ്രീജിനിയെ അവിടെ നിന്ന് രാജിവെപ്പിച്ചിട്ടാണ് PP ദിവ്യയെ അങ്ങോട്ട് കോപ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ CPMന്റെ കള്ളക്കളി എത്രത്തോളം ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഞങ്ങൾ നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന് പറയുന്ന CPM നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു. ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി ജയിലിലടച്ച ഒരു പ്രതിക്ക് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് വീണ്ടും അവസരം നൽകി അവരെ ആ സ്ഥാനത്ത് ആ കസേരയിൽ കൊണ്ടുവന്നിരുത്തുമ്പോൾ പിന്നെ എങ്ങനെയാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് കേരളത്തിലെ CPM നേതാക്കളും എന്ന് പറയുന്നതിലെ പൊള്ളത്തരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അവർ ഇപ്പോഴും PP ദിവ്യയ്ക്കൊപ്പം തന്നെയാണ്. നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് തള്ളിവിട്ടു എന്ന് പോലീസ് തന്നെ കേസെടുത്തിരിക്കുന്ന PP ദിവ്യയെ അവരിപ്പോഴും മടിയിലിരുത്തിയിരിക്കുന്നു. P ശശി അവരെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. കരപരിലാളനത്താൽ അവരെ പുളകിതയാക്കിക്കൊണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അധികാര സ്ഥാനത്തിലേക്ക് പിന്നെ എങ്ങനെയാണ് PP ദിവ്യയെ വീണ്ടും CPM ആനയിച്ചു കൊണ്ടുവരുന്നത് എന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യം തന്നെയാണ്. എന്നാൽ ഇതുകൊണ്ടൊന്നും ചിത്രം അവസാനിക്കുന്നില്ല. 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് CPMന്റെ ഉരുക്കുകോട്ട എന്നറിയപ്പെടുന്ന കല്യാശ്ശേരിയിൽ നിന്നും PP ദിവ്യയെ CPM ടിക്കറ്റിൽ മത്സരിപ്പിക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ കാര്യവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. കല്യാശ്ശേരിയിൽ CPMന്റെ പേരെഴുതി ഒട്ടിച്ച ഏതൊരു കുറ്റിച്ചൂലിനെ കൊണ്ടുപോയി നിർത്തിയാലും അവർ വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും. കല്യാശ്ശേരിയുടെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം അത് തന്നെയാണ്. CPMന്റെ ഉരുക്കുകോട്ടയായ കല്യാശ്ശേരിയിൽ നിന്നും PP ദിവ്യ 2026 വൻ ഭൂരിപക്ഷത്തോടു കൂടി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് എത്തുകയാണെങ്കിൽ അതിൽ യാതൊരു തരത്തിലുള്ള അതിശയോക്തിക്കും അടിസ്ഥാനമില്ല എന്ന് വേണം ഇതിലൂടെയെല്ലാം മനസ്സിലാക്കാൻ. കാരണം ഒരാളെ ആത്മഹത്യയിലേക്ക് നയിച്ചു എന്ന് പോലീസ് തന്നെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ജയിലിലടച്ച ഒരാളെ കഴിയുമെങ്കിൽ പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തേണ്ടതാണ്, പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യേണ്ടതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ അധികാര സ്ഥാനങ്ങളിൽ നിന്നെങ്കിലും മാറ്റി നിർത്തേണ്ടതാണ്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച അവരെ ജില്ലാ പഞ്ചായത്തിന്റെ ധനകാര്യ സ്റ്റാൻഡിംഗ് കൗൺസിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇനി വൈകാതെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാക്കി അവരോധിക്കാൻ പോകുന്നു. ഇത് തന്നെയാണ് CPM എന്ന പാർട്ടി PP ദിവ്യയോട് കാണിക്കുന്നത്. അവരെ ഇപ്പോഴും കരവലയത്തിൽ ഒതുക്കി നിർത്തിയിരിക്കുന്നു CPMന്റെ സമുന്നതരായ നേതാക്കളെല്ലാം. PP ദിവ്യയെ പലർക്കും പേടിയാണ് എന്നുള്ളതാണ്. ഇതിന് രാഷ്ട്രീയകാര്യ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് CPMന്റെ സമുന്നതരായ പല വ്യക്തികളുടെയും ബിനാമി ഇടപാടുകൾ PP ദിവ്യയ്ക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് PP ദിവ്യയെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങൾ അവർ വലിച്ച് കുഴിമാന്തി പുറത്തിടും. ആ അവസരത്തിൽ CPM അടപടലം പെട്ടുപോകും, അല്ലെങ്കിൽ ജയിലിലാകും. ഇത് ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് PP ദിവ്യയെ ഇപ്പോഴും ചേർത്ത് പിടിച്ചിരിക്കുന്നത്, ലാളിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇതിനപ്പുറത്തേക്ക് എന്താണ് നവീൻ ബാബുവിന്റെ കുടുംബത്തോട് CPM എന്ന പാർട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന കൊടും ക്രൂരത എന്താണ്? നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്നവർ നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് അല്ലെങ്കിൽ മരണത്തിലേക്ക് തള്ളിവിട്ട പോലീസ് തന്നെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്ത് ജയിലിലടച്ച ഒരാളെ വീണ്ടും കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ധനകാര്യ സ്റ്റാൻഡിംഗ് കൗൺസിലിലേക്ക് തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ CPM എത്രയും നെറികെട്ട രാഷ്ട്രീയമാണ് കളിക്കുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തോട്, നവീൻ ബാബുവിന്റെ കുടുംബം പരമ്പരാഗതമായ കമ്മ്യൂണിസ്റ്റ് കുടുംബം തന്നെയാണ്, ആ കുടുംബത്തോട് എത്രത്തോളം നെറികേടാണ് കാട്ടിയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ ഇതിലും വലിയ ഉദാഹരണം എന്താണ് വേണ്ടത്?